Hello dear students, welcome to another online class. We are discussing our 5th chapter in plus 2 business studies and the name of our chapter is Organizing. This is our 11th class. This is our 5th പാഠം Organizing ന്റെ 11ാമത്തെ class ആണ്. And today we are discussing Decentralization of Authority. നമ്മൾ ഇന്ന് പഠിക്കുന്നത് Decentralization of Authority എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ if you are not yet subscribed this channel, please subscribe the channel and also press the bell button so that you will get notification regarding new classes. Clear? അപ്പോൾ നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര് ഇതാണ് Decentralization of Authority. Decentralization of Authority. അപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുമ്പേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുവരെയായിട്ട് എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? We are discussing Delegation of Authority and Decentralization of Authority. ചില കുട്ടികൾക്ക് ഇപ്പോഴും ഒരു സംശയം വന്നിട്ടുണ്ടാവും, വരാൻ സാധ്യതയുണ്ട്, വന്നിട്ടുണ്ടാവും എന്നല്ല, വരാൻ സാധ്യതയുണ്ട്. ഈ ഡെലഗേഷൻ ഓഫ് അതോറിറ്റിയും ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി രണ്ടും അധികാരം തന്നെയാണ്. അതോറിറ്റി ഡെലഗേറ്റ് ചെയ്യുന്നു, ഇവിടെ അതോറിറ്റി ഡീസെൻട്രലൈസ് ചെയ്യുന്നു. ക്ലിയർ ആവുന്നില്ലേ? ആദ്യത്തേക്ക് നമ്മൾ 2 ക്ലാസ്സുകളിൽ പഠിച്ചത് ഡെലഗേഷൻ ഓഫ് അതോറിറ്റിയാണ്. ഇവിടെ നമ്മൾ 2 ക്ലാസ്സുകളിൽ പഠിക്കുന്നത് ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റിയാണ്. രണ്ടും സെയിം അല്ല, രണ്ടും തമ്മിൽ ചില മൈന്യൂട്ട് ഡിഫറൻസ്, കുറച്ച് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളൊക്കെ ചോദിച്ച ഭാഗം കൂടിയാണിത്. മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ? അപ്പോൾ ഡെലഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു സുപ്പീരിയർ സബോർഡിനേറ്റിന് ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പെർമിഷൻ കൊടുക്കുന്നതാണ് ഡെലഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലഗേഷൻ ഓഫ് അതോറിറ്റി സിംപ്ലി റെഫേഴ്സ് ടു ഗിവിംഗ് അതോറിറ്റി ഓർ പെർമിറ്റിംഗ് or allowing authority to a subordinate to perform a particular task. ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ അത് ഡെലഗേഷനാണ്. അത് ശരിക്കും ഒരു വളരെ ചെറിയൊരു കാലയളവിലേക്ക് മാത്രമാണ് നമ്മൾ അധികാരം കൊടുക്കുന്നത്. പക്ഷേ ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി, മലയാളത്തിൽ അധികാര വികേന്ദ്രീകരണം. ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി ഈസ് സംതിങ് മോർ ദാൻ ഡെലഗേഷൻ. ഇത് ഡെലഗേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കൺസെപ്റ്റാണ്, പക്ഷേ ഇതെങ്ങനെയല്ല, ഇത് കുറച്ചുകൂടി വൈഡ് കൺസെപ്റ്റാണ്. ഇവിടെ നമ്മൾ ചെറിയ കാലയളവിലേക്കല്ല, ഒരു വലിയ പീരീഡിലേക്ക് തന്നെ നമ്മൾ അതോറിറ്റി മാത്രമല്ല, ഹിയർ വി ആർ ഗ്രാൻഡിങ് അതോറിറ്റി ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പവർ ടു സബോർഡിനേറ്റ്സ്. ഞാൻ ഇങ്ങനെ ഇത് പറയുന്നതിനേക്കാൾ ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ സ്കൂളിലേക്കൊന്ന് പോയേ, ആരാ സ്കൂളിൻ്റെ മേലധികാരി? ആരാ? യെസ്, പ്രിൻസിപ്പളാണ്. അപ്പോൾ ഒരു ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ എന്ന് പറയുന്നത് ആ വിദ്യാലയത്തിലെ പ്രിൻസിപ്പളാണ്. നമ്മൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അപ്പോൾ പ്രിൻസിപ്പളാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ സ്കൂളിനകത്ത് 6 ക്ലാസ്സുകളുണ്ടെങ്കിൽ ആ 6 ക്ലാസ്സിൻ്റെയും അറ്റൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും 6 ക്ലാസ്സിൻ്റെ സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങളും 6 ക്ലാസ്സിൻ്റെ ഫീസ് കളക്ഷനും ഇതൊക്കെ പ്രിൻസിപ്പളിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇതെല്ലാം പ്രിൻസിപ്പളാണോ വന്നിട്ട് ചെയ്യുന്നത്? അല്ല. അതെന്ത് ചെയ്യുന്നു? ആ ഡ്യൂട്ടി ഒരു വർഷത്തേക്ക് ഒരു ടീച്ചർക്ക് ഒരു ക്ലാസ് ചാർജ് കൊടുക്കുന്നു. ഇപ്പോൾ +1 കൊമേഴ്സിൻ്റെ ക്ലാസ് ചാർജ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ മാഷക്കാണ് കൊടുത്തതെങ്കിൽ, അല്ലെങ്കിൽ കൊമേഴ്സിൻ്റെ മാഷക്കാണ് കൊടുത്തതെങ്കിൽ, മാഷ് എന്ത് ചെയ്യുന്നു? ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം +1 +2 കംപ്ലീറ്റ് അതോറിറ്റി അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞു. പിന്നീട് ആ ക്ലാസ്സിൻ്റെ അറ്റൻഡൻസ് എല്ലാ ദിവസവും രാവിലെ പ്രിൻസിപ്പളോട് പോയിട്ട് സമ്മതം എടുക്കണോ, മാഷെ ഞാനിന്ന് അറ്റൻഡൻസ് എടുക്കുന്നുണ്ടെന്ന്? ഇല്ല. അതിനുള്ള അധികാരം ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി ഡെലഗേഷൻ്റെ എക്സാമ്പിൾ ഞാൻ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ക്ലാസ് ടീച്ചർ അദ്ദേഹം 2 ക്ലാസ് ലീഡർമാരെ ഏർപ്പാടാക്കും. ആ ക്ലാസ് ലീഡേഴ്സിനോട് എന്ത് ചെയ്യുന്നു? ഇപ്പം ഈ ആഴ്ച നിങ്ങൾ എക്സാം ഫീസ് കളക്ട് ചെയ്യണമെങ്കിൽ ഒരാഴ്ചത്തേക്ക് മാത്രം പെർമിഷൻ കൊടുക്കുന്നു, ഈ വരുന്ന കുട്ടികളുടെ ഫീസ് ഒന്ന് കളക്ട് ചെയ്യുക. അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ സ്റ്റാമ്പ് വന്നിട്ടുണ്ട്, 10 രൂപയുടെ സ്റ്റാമ്പ് വന്നിട്ടുണ്ട്, അതിൻ്റെ പൈസ കളക്ട് ചെയ്യണമെങ്കിൽ പ്രിൻസിപ്പൽ ക്ലാസ് മാസ്റ്റർ എന്ത് ചെയ്യുന്നു? ആ പെർമിഷൻ ആർക്ക് കൊടുക്കുന്നു? ക്ലാസ് ലീഡേഴ്സിന് കൊടുക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ചേൽപ്പിച്ചിട്ട് സംഭവം സ്റ്റോപ്പ് ചെയ്തു. ഇനി ഏതെങ്കിലും കുട്ടികൾ പൈസ തന്നിട്ടില്ലെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് പറയാനുള്ള അധികാരം ലീഡേഴ്സിനുണ്ടോ? ഇല്ല. അത് പറയാനുള്ള അധികാരം ആർക്കാണ്? ക്ലാസ് ടീച്ചർക്കാണ്. ഇനി ക്ലാസ് ടീച്ചർ എന്ത് ചെയ്യുന്നു? അപ്പോൾ അവിടെ പ്രിൻസിപ്പൾ ടീച്ചേഴ്സിന് കൊടുക്കുന്നത് ഡീസെൻട്രലൈസേഷനാണ്, ക്ലാസ് ടീച്ചർ ലീഡേഴ്സിന് കൊടുക്കുന്നത് ഡെലഗേഷനാണ്. ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ഈ ഡെലഗേഷൻ ഡീസെൻട്രലൈസേഷനാണ്. ശരി, ഇനി ഇങ്ങനെ എക്സാമ്പിൾ പറയാനല്ല നമ്മളിരിക്കുന്നത്, നമുക്ക് നമ്മുടെ കണ്ടന്റ് വെച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. മീനിങ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി. Decentralization refers to the systematic dispersal of authority to the lower levels of the organization. Decentralization refers to
സിസ്റ്റമാറ്റിക് ഡിസ്പേഴ്സൽ ഓഫ് അതോറിറ്റി ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പവർ. അതുകൂടെ ആഡ് ചെയ്യണമായിരുന്നു, ആഡ് ചെയ്യാം, കുഴപ്പമില്ല. Decentralization refers to the systematic dispersal of authority and decision making powers to lower levels of the organization. അപ്പം ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മിഡിൽ ലെവലിലും ലോവർ ലെവലിനും ഡിസ്പേഴ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡീസെൻട്രലൈസേഷൻ. An organization is said to be decentralized when managers at middle and lower level are given the requisite authority to take decisions relating to their respective area of work. An organization is said to be decentralized. ഒരു കമ്പനിയെ നമുക്ക് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയണമെങ്കിൽ എപ്പോൾ പറയാമെന്നാണ്? വെൻ, എപ്പോഴാണോ മാനേജേഴ്സ് അറ്റ് മിഡിൽ ആൻഡ് ലോവർ ലെവൽ ആർ ഗിവൺ റിക്വിസിറ്റ് അതോറിറ്റി. ലോവർ ലെവലിലെയും മിഡിൽ ലെവലിലെയും മാനേജേഴ്സിന് ആവശ്യമായിട്ടുള്ള അധികാരം, എന്തിന്? റിക്വിസിറ്റ് അതോറിറ്റി ടു ടേക്ക് ഡിസിഷൻസ് റിലേറ്റിംഗ് ടു ദർ റെസ്പെക്റ്റീവ് ഏരിയ ഓഫ് വർക്ക്. ഒരു കമ്പനിയിലെ ലോവർ ലെവൽ മാനേജേഴ്സിനും മിഡിൽ ലെവൽ മാനേജേഴ്സിനും അവരവരുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള പവർ കൂടെ ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോണ്ടെക്സ്റ്റ് ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ ഈസ് സംതിങ് മോർ ദാൻ ഡെലഗേഷൻ. ഡെലഗേഷൻ റെഫേഴ്സ് ടു പെർമിറ്റിംഗ് എ പേഴ്സൺ ടു പെർഫോം എ വർക്ക്, ഗ്രാൻഡിംഗ് അതോറിറ്റി ടു എ സബോർഡിനേറ്റ് ടു പെർഫോം എ പെർട്ടിക്കുലർ ടാസ്ക്. But decentralization is something more than delegation. Here, the management is granting authority to take decisions also. ഇവിടെ തീരുമാനമെടുക്കാനുള്ള പവർ കൂടെ ഗ്രാൻഡ് ചെയ്യുന്നതാണ് ഡീസെൻട്രലൈസേഷൻ. ഇവിടെ എക്സാമ്പിൾ ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കുക. ടോപ്പ് ലെവൽ ഡീസെൻട്രലൈസ് അതോറിറ്റി ടു മിഡിൽ ലെവൽ. ഇപ്പോൾ ടോപ്പ് ലെവൽ മാനേജർ MD ആണെന്ന് വിചാരിക്കുക. അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഇപ്പോൾ പ്രൊഡക്ഷൻ മാനേജർക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുക്കും. ഇനി ഫൈനാൻസ് മാനേജർക്ക് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കാര്യങ്ങൾക്കുള്ള തീരുമാനമെടുക്കാനുള്ള പവർ കൂടെ ആർക്ക് കൊടുക്കുന്നു? ഫൈനാൻസ് മാനേജർക്ക് കൊടുക്കുന്നു. നേരത്തെ നമ്മൾ എന്താ പഠിച്ചത്? മാർക്കറ്റിംഗ് മാനേജർ ലോവർ ലെവൽ മാനേജേഴ്സിന് ചെറിയൊരു കാര്യം ചെയ്യാനുള്ള പെർമിഷനാണ് കൊടുക്കുന്നത്. അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ച് ചെയ്യാനുള്ള പെർമിഷനാണ്. അപ്പം ഇവിടെ എന്താണ് ശരിക്കും? ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുക്കുന്നു. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അതാത് ഹെഡിന് ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ പ്രിൻസിപ്പൽ ക്ലാസ് ടീച്ചേഴ്സിന് ക്ലാസ് ചാർജ് കൊടുക്കുന്നത് പോലെ കമ്പനികളിൽ എന്താണ്? ടോപ്പ് ലെവൽ മാനേജേഴ്സ് മിഡിൽ ലെവൽ മാനേജേഴ്സിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻറ്റയർ അതോറിറ്റി പ്രൊവൈഡ് ചെയ്യും. അതാണ് ഡീസെൻട്രലൈസേഷൻ. ഇനി ഇതിനൊരു ഡെഫിനിഷൻ നോക്കുക. According to Henry Fayol, everything which goes to increase the subordinates' role is decentralization. ഹെൻറി ഫയോൾ, ഫാദർ ഓഫ് മാനേജ്മെൻറ്റ് അല്ലേ, നമ്മളവിടെ പഠിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഇത് ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണിത്. അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ, എവ്രിതിങ് വിച്ച് ഗോസ് ടു ഇൻക്രീസ് സബോർഡിനേറ്റ്സ് റോൾ ഈസ് ഡീസെൻട്രലൈസേഷൻ. ഹെൻറി ഫയോളിൻ്റെ അഭിപ്രായത്തിൽ എവ്രിതിങ്, എല്ലാം, വിച്ച് ഏതാണോ അത്, ഗോസ് ടു ഇൻക്രീസ് ദ സബോർഡിനേറ്റ്സ് റോൾ. ഒരു കമ്പനിയിലെ സബോർഡിനേറ്റിൻ്റെ റോൾ, സബോർഡിനേറ്റിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന ഏതൊരു കാര്യത്തെയും എന്ത് വിളിക്കാം? ഡീസെൻട്രലൈസേഷൻ എന്ന് വിളിക്കാം. എവറിത്തിങ് വിച്ച് ഇൻക്രീസസ് ദ റോൾ ഓഫ് സബോർഡിനേറ്റ്സ് ഇൻ എ കമ്പനി ഈസ് നോൺ ആസ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് എവറിത്തിങ് വിച്ച് ഗോസ് ടു ഡിക്രീസ് ഇറ്റ് ഈസ് സെൻട്രലൈസേഷൻ. ഇനി അത് കുറക്കുന്ന, അതായത് സബോർഡിനേറ്റ്സിൻ്റെ പ്രാധാന്യം റെഡ്യൂസ് ചെയ്യുന്ന ഏതൊരു കാര്യത്തെയും ഡീസെൻട്രലൈസേഷൻ എന്നും വിളിക്കാം. ക്ലിയർ? അപ്പോൾ സെൻട്രലൈസേഷൻ്റെ മീനിങ് കൂടെ ഒന്ന് ഈ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കണം. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രീകരണം എന്നാണ്. സെൻട്രലൈസേഷൻ റെഫേഴ്സ് ടു കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി അറ്റ് ടോപ്പ് ലെവൽ. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അധികാരം ടോപ്പ് ലെവലിൽ മാത്രം നിക്ഷിപ്തമാണെങ്കിൽ അതാണ് സെൻട്രലൈസേഷൻ. An organization is centralized when the decision making authority is in the hands of top level management only. A company is said to be centralized when decision making power is vested in the hands of top level only. ടോപ്പ് ലെവലിൻ്റെ കയ്യിൽ മാത്രമാണ് തീരുമാനമെടുക്കാനുള്ള പവർ ഉള്ളതെങ്കിൽ അത് സെൻട്രലൈസേഷൻ ആണ്. An organization can never be completely centralized or decentralized. Hence there is a need for balance between centralization and decentralization. ഒരു കമ്പനി ഒരിക്കലും കംപ്ലീറ്റ് സെൻട്രലൈസേഷനോ കംപ്ലീറ്റ് ഡീസെൻട്രലൈസേഷനോ ആകാൻ പറ്റില്ല. നിർബന്ധമായിട്ടും അവിടെ ഒരു ബാലൻസ് ആവശ്യമാണ്. ഇത് തന്നെയാണ് നമ്മൾ ഹെൻറി ഫയലിൻ്റെ പ്രിൻസിപ്പിളിലും പഠിച്ചത്. ക്ലിയർ? ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇതിൻ്റെ പ്രാധാന്യമാണ്, ഇമ്പോർട്ടൻസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. ഒരു കമ്പനിയിൽ
അതോറിറ്റി ഡീസെൻട്രലൈസ് ചെയ്ത് വികേന്ദ്രീകരിച്ചിട്ട് മിഡിൽ ലെവലിനും ലോവർ ലെവലിനൊക്കെ കൊടുത്തു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റുകളാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. Importance of decentralization refers to the benefits enjoyed by an organization as a result of decentralizing authority. The first point is quick decision making is possible. Quick decision making is possible. വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാം. The subordinates have sufficient authority to take quick decisions. ഇവിടെ എന്ത് കൊടുക്കും? നേരത്തെ തന്നെ പറഞ്ഞു, മിഡിൽ ലെവൽ മാനേജേഴ്സിനൊക്കെ തീരുമാനമെടുക്കാനുള്ള പവർ കൂടെ നമ്മൾ ഗ്രാൻഡ് ചെയ്യുന്നു. വെൻ ദ പേഴ്സൺസ് അറ്റ് മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ ആർ ഗിവൺ സഫീഷ്യൻറ്റ് അതോറിറ്റി ടു ടേക്ക് ഡിസിഷൻസ്, ദേ ക്യാൻ ടേക്ക് ക്വിക്ക് ഓർ സഡൻ ഡിസിഷൻസ്. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാം. ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾക്കും പിന്നെ ടോപ്പ് ലെവലിനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഇപ്പോൾ ക്ലാസ്സിനകത്ത് ക്ലാസ് ടീച്ചർ അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് ഒരാൾ ആബ്സെൻ്റ് ആണ്, ഒരു കുട്ടി, നേരെ താഴെ പോയിട്ട് പ്രിൻസിപ്പളോട് ചോദിക്കുമോ, മാഷേ ആ കുട്ടി വന്നിട്ടില്ല, ഞാൻ ആബ്സെൻ്റ് മാർക്ക് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമോ? ഇല്ല. അത് ആരുടെ റൈറ്റാണ്? ക്ലാസ് ടീച്ചറുടെ റൈറ്റാണ്, ഇല്ലേ? ഇനി കുട്ടി ലീവ് ലെറ്റർ കൊണ്ടുവന്നു, അപ്പോൾ താഴെ പോയിട്ട് അഗെയിൻ ചോദിക്കുമോ, മാഷേ ഇതിനകത്ത് സൈൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമോ? ഇല്ല. അപ്പോൾ എന്താണ്, പിന്നെ ഡീസെൻട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ? ദിസ് അവാർഡ്സ് ഡിലേ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫെസിലിറ്റേറ്റ് ക്വിക്ക് ഡിസിഷൻസ്. ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീരുമാനമെടുക്കുന്നതിലുണ്ടാകുന്ന ഡിലേ നമുക്ക് ഒഴിവാക്കാം. അതേപോലെ പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കുകയും ചെയ്യാം. രണ്ടാമത്തത് റിലീഫ് ടു ടോപ്പ് മാനേജ്മെൻറ്റ്. റിലീഫ് ടു ടോപ്പ് മാനേജ്മെൻറ്റ്. ടോപ്പ് മാനേജ്മെൻറ്റിന് ഒരു ആശ്വാസമാണ്. ഇപ്പോൾ പ്രിൻസിപ്പൾ 6 ക്ലാസ്സിൻ്റെയും ചാർജ് 6 ടീച്ചേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻസിപ്പളിന് എന്തൊരാശ്വാസമാണ്, അല്ലേ? ഇല്ലെങ്കിൽ പ്രിൻസിപ്പൾ എല്ലാ കുട്ടികളുടെയും സ്കൂൾ എക്സാം ഫീസ് കളക്ട് ചെയ്യണം, അതുപോലെ അറ്റൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങൾ, NSS, NCC, ഇതെല്ലാം പ്രിൻസിപ്പൾ ചെയ്യാൻ പറ്റില്ല. ഓരോരോ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻസിപ്പളിന് റിലീഫായി. ഇതേപോലെ കമ്പനിയിലും ടോപ്പ് മാനേജ്മെൻറ്റ് ഓരോ കാര്യങ്ങൾ ഓരോ ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് മാനേജ്മെൻറ്റിന് ആശ്വാസമായി. റിലീഫ് ടു top management. Decentralization relieves the top executives from heavy load of work. It enables them to concentrate on higher functions of management. Whenever authority is decentralized, the top level can concentrate on important matters. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് റിലീഫ് ടു ടോപ്പ് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് ഫെസിലിറ്റേറ്റ് ഗ്രോത്ത്. ഫെസിലിറ്റേറ്റ് ഗ്രോത്ത്. കമ്പനിയുടെ വളർച്ച അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സിൻ്റെ വളർച്ച ഉറപ്പാക്കാം. ഡീസെൻട്രലൈസേഷൻ പ്രിപ്പയർ എക്സിക്യൂട്ടീവ്സ് ഫോർ ദ ഫ്യൂച്ചർ. ഇപ്പോൾ മാർക്കറ്റിംഗ് മാനേജർക്ക് മാർക്കറ്റിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അധികാരം കിട്ടി. അദ്ദേഹം അധികാരം ഉപയോഗിച്ചുകൊണ്ട് കുറേ തീരുമാനങ്ങൾ എടുക്കുന്നു. ഓട്ടോമാറ്റിക്കലി അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, അവരുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ ഇൻക്രീസ് ചെയ്യുന്നു, അവരുടെ ഇൻ്റലിജൻസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഗ്രോ ചെയ്യുന്നു, അവരുടെ ഡെവലപ്മെൻറ്റ് സാധ്യമാകുന്നു. Decentralization prepare executives, that is managers, for the future. This enables the organization to face future challenges effectively and promote the potential for growth. അപ്പോൾ ഇങ്ങനെ ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മിഡിൽ ലെവൽ മാനേജേഴ്സിനൊക്കെ തീരുമാനങ്ങൾ എടുക്കാനും അവരുടെ ടാലൻറ്റ് ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നു. അപ്പോൾ കമ്പനി ഓട്ടോമാറ്റിക്കലി വലിയ കമ്പനിയായിട്ട് മാറുന്ന സമയത്ത് ഇത് കമ്പനിക്ക് കുറേ ഗുണം ചെയ്യും. അതാണ് ഫെസിലിറ്റേറ്റ് ഗ്രോത്ത്. നെക്സ്റ്റ് നാലാമത്തത് ബെറ്റർ കൺട്രോൾ. ഇങ്ങനെ അധികാരം ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് മറ്റ് ലെവൽസിനെ അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാം. ബെറ്റർ കൺട്രോൾ ഈസ് പോസിബിൾ. ഡീസെൻട്രലൈസേഷൻ ലീഡ്സ് ടു ബെറ്റർ കൺട്രോൾ ബൈ ഇവാലുവേറ്റിംഗ് പെർഫോമൻസ് ഓഫ് വാരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. കമ്പനിയിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്തു? MD പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പർച്ചേസ് മാനേജർക്ക് കൊടുത്തു. അപ്പോൾ പർച്ചേസ് മാനേജർ ബാക്കി കാര്യങ്ങൾ ചെയ്തോളും. ഇനി സെയിൽസിൻ്റെ കാര്യം സെയിൽസ് മാനേജർ ചെയ്തോളും. അപ്പോൾ ഇഫക്റ്റീവായിട്ട് ടോപ്പ് ലെവലിന് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. The departments can be individually held accountable for the result. ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാനേജിംഗ് ഡയറക്ടർക്ക് MDക്ക് ആരോട് ചോദിക്കാം? പ്രൊഡക്ഷൻ മാനേജറോട് ചോദിക്കാം. അപ്പോൾ ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാം വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളെ. നെക്സ്റ്റ് അഞ്ചാമത്തത്, ഇത് ആ ഫെസിലിറ്റേറ്റ് ഗ്രോത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്. ഡെവലപ്സ് മാനേജീരിയൽ ടാലൻറ്റ് ഫോർ ദ ഫ്യൂച്ചർ. ഡെവലപ്സ് മാനേജീരിയൽ ടാലൻറ്റ് ഫോർ ദ ഫ്യൂച്ചർ, അതായത് ഫെസിലിറ്റേറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് മാനേജേഴ്സ്. അധികാരം വികേന്ദ്രീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മാനേജേഴ്സ് അവരുടെ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ അവരുടെ ടാലൻറ്റ് വർദ്ധിക്കുന്നു, അവരുടെ ഇൻ്റലിജൻസ് വർദ്ധിക്കുന്നു, അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കുന്നു. ഡീസെൻട്രലൈസേഷൻ ഗിവ്സ് ദം എ ചാൻസ് ടു പ്രൂവ് ദർ എബിലിറ്റി. Decentralization gives lower level managers and middle level managers a chance to prove their ability. Thus, it is a means of management education as well as an opportunity for trained manpower. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ഒരു മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ ട്രെയിൻഡ് മാൻ പവറിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഇതുവഴി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് ഡെവലപ്സ് മാനേജീരിയൽ ടാലൻറ്റ് ഫോർ ദ ഫ്യൂച്ചർ.
നെക്സ്റ്റ് ഡെവലപ്സ് ഇനീഷ്യേറ്റീവ് എമംഗ് സബോർഡിനേറ്റ്സ്, അതായത് മോട്ടിവേറ്റ് സബോർഡിനേറ്റ്സ്. അധികാരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാളെ ക്ലാസ് ലീഡർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു മോട്ടിവേഷൻ കിട്ടും. നമ്മളൊരു കുറച്ചും കൂടി നമ്മുടെ കഴിവുള്ളത് കൊണ്ടാണ് ടീച്ചേഴ്സ് റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്നുള്ളൊരു ഫീലിംഗ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. അതാണ് മോട്ടിവേറ്റ് എംപ്ലോയീസ് അല്ലെങ്കിൽ ഡെവലപ്പ് ഇനീഷ്യേറ്റീവ് എമംഗ് സബോർഡിനേറ്റ്സ്. ഡീസെൻട്രലൈസേഷൻ ഹെൽപ്സ് ടു പ്രൊമോട്ട് സെൽഫ് റിലയൻസ് ആൻഡ് കോൺഫിഡൻസ് എമംഗ് ദ സബോർഡിനേറ്റ്സ്. ദിസ് വിൽ ഇംപ്രൂവ് ദർ കരിയർ പ്രോസ്പെക്ട്സ്. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ എന്താണ്? മിഡിൽ ലെവൽ മാനേജേഴ്സിൻ്റെ ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വർദ്ധിപ്പിക്കുന്നു, ഇല്ലേ? അപ്പം ടോപ്പ് മാനേജ്മെൻറ്റിന് നമ്മൾ വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് അധികാരം തരുന്നത്, ഇങ്ങനെയുള്ള ബിലീഫൊക്കെ വരുന്നു. ഓട്ടോമാറ്റിക്കലി അവരുടെ കാര്യങ്ങളിൽ എക്സ്പേർട്ട് ആവുന്നു, അവർക്ക് അവരുടെ കരിയർ, അവരുടെ ജോലി മേഖലകളിലൊക്കെ വളരെ നല്ല ചാൻസ് ഒക്കെ കിട്ടും. അപ്പോൾ ഇത്ര പോരെ കാര്യങ്ങളാണ്, കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്. ഇമ്പോർട്ടൻസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊക്കെയാണ് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, റിലീഫ് ടു ടോപ്പ് മാനേജ്മെൻറ്റ്, ഫെസിലിറ്റേറ്റ് ഗ്രോത്ത്, ബെറ്റർ കൺട്രോൾ ഈസ് പോസിബിൾ, develop managerial talent for the future, develop initiative among subordinates. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ഡെലഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി പഠിക്കാം. ഇതിൻ്റെ നോട്ട്സ് ആവശ്യമുള്ള കുട്ടികൾ സ്ക്രീനിൽ കാണുന്ന ബ്ലോഗ് വിസിറ്റ് ചെയ്യുക, hsstimes.blogspot.com. താങ്ക് യു.